മായി വായിക്കാൻ വന്ന ബൈബിൾ വാക്യം തെസ്സലോനിക്ക ലേഖനമാണ്. ഒന്നെടുക്കാമോ? 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി വായിപ്പാനായിട്ട് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ഒരു മിനിറ്റ്. ബൈബിൾ കൊണ്ടുവന്ന് എല്ലാവരും ബൈബിളും തുറക്കാമോ പ്ലീസ്? ബൈബിൾ കൊണ്ടുവന്ന് എല്ലാവരും ബൈബിൾ തുറക്കണം. എന്നിട്ട് നമുക്ക് ആ വേദഭാഗം ഒന്ന് നോക്കാം. കാരണം നമുക്ക് ബൈബിൾ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ബൈബിൾ 66 പുസ്തകങ്ങൾ അവരുടെ ലാംഗ്വേജിൽ, ഓരോരുത്തരുടെ ലാംഗ്വേജിൽ കിട്ടാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട്, ധാരാളം ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ 66 പുസ്തകങ്ങൾ നമ്മുടെ ലാംഗ്വേജിൽ ദൈവം നമുക്ക് തന്നു. എൻ്റെ ഒരു ചർച്ചിൽ ഒരു മെമ്പറുണ്ട്, പേര് ബെൻസൺ എന്നാണ്. ബെൻസൺ ഷിംല എന്ന് പറയുന്ന സ്ഥലത്ത് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ചെയ്യുന്ന ആളാണ്. 12 വർഷം ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് അദ്ദേഹം അവിടുത്തെ ഒരു ലോക്കൽ ലാംഗ്വേജ് പഠിച്ച ആ ലാംഗ്വേജിലിട്ട് ബൈബിളിൻ്റെ ഒരു പ്രതി മീൻസ് സുവിശേഷം, ഗോസ്പൽ ഓഫ് ജോൺ, യോഹന്നാൻ്റെ സുവിശേഷം മാത്രം അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 12 വർഷമെടുത്തു. 12 കൊല്ലം കൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് 66 പുസ്തകമാണ്. ഈ 66 പുസ്തകം നമ്മുടെ മലയാളത്തിൽ കിട്ടാനായിട്ട് എത്ര കൊല്ലത്തെ അധ്വാനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ തുറക്കണം. ബൈബിൾ കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നാളെ വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് ബൈബിൾ കൊണ്ടുവരാനില്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ നിർബന്ധമായി തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കൊരു ബൈബിൾ തരുന്നതായിരിക്കും. അതുകൊണ്ട് കൊണ്ടുവന്നവർ ബൈബിൾ തുറന്നിട്ട് ആ വേദഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം. യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. സ്തോത്രം. എത്ര നല്ല വാക്യമാല്ലേ. അടുത്ത വാക്യം, 15-ാമത്തെ വാക്യം. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. പൗലോസൊക്കെ ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ അകത്തുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ കാലഘട്ടത്തിൽ യേശു മടങ്ങി വരുമെന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടിരിക്കുന്ന നാം, നമ്മുടെ ആ കാലത്തിൽ, നമ്മുടെ ആയുസിൽ യേശു വരും എന്നുള്ളതായിരുന്നു. സ്തോത്രം. അദ്ദേഹം പറയുന്നത് അങ്ങനെ വരും. അതുകൊണ്ട് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിങ്ങളോട് അറിയിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്നെന്ന് പറയണം. വായിച്ച്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അടുത്ത വാക്യം. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച്, ഈ നിദ്ര കൊണ്ടവരോട് കൂടെ അല്ലെങ്കിൽ അന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. കരം ഉയർത്തിയൊരു സ്തോത്രം എന്ന് പറഞ്ഞ എത്ര മനോഹരമായ വാക്യമാണ് അല്ലേ. നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ, നമ്മുടെ കാത്തിരിപ്പൊക്കെ കർത്താവിന്റെ വരവാണ്. ആ കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു, എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും അതനുഭവിക്കാൻ കാരണമാകട്ടെ എന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസിലേക്ക് എഴുതിയ ലേഖനമാണ് ഈ ലേഖനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പൗലോസിലേക്ക് എഴുതിയ 14 ലേഖനങ്ങളിൽ 10 ലേഖനങ്ങൾ കൊടുത്തിട്ടുള്ളത് സഭകൾക്കാണ്. 8 സഭകൾക്കാണ് 10 ലേഖനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൽ 2 ലേഖനങ്ങൾ കിട്ടിയ 2 സഭയുണ്ട്. ഒന്ന് കൊരിന്തിയ സഭയ്ക്ക് 2 ലേഖനങ്ങൾ കിട്ടി, മറ്റൊന്ന് തെസ്സലോനിക്ക സഭയ്ക്ക് 2 ലേഖനങ്ങൾ കിട്ടി. അപ്പോൾ അവർക്ക് ലഭിച്ച 1-ാമത്തെ ലേഖനത്തിലെ ചില വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഞാൻ ഈ വാക്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ സഭയെക്കുറിച്ച് പറയാൻ ഒന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ കാരണം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹു കഷ്ടം എന്ന് പറയുമ്പോൾ ഒന്നല്ല,
പലതരത്തിലെ കഷ്ടങ്ങൾ, ഒരു ടൈപ്പ് അല്ല, പലതരത്തിലെ കഷ്ടങ്ങൾ. ഓക്കെ, പലതരത്തിലെ ബഹു കഷ്ടം, പല വിധത്തിലുള്ള കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും വചനം കൈക്കൊള്ളുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടു കൂടിയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അവർ കഷ്ടതയെക്കുറിച്ച് ഓർക്കാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സന്തോഷിക്കാനുള്ള വകയില്ലെങ്കിലും മെസ്സേജിന്റെ മുമ്പിൽ അവർ സന്തോഷിക്കും. എന്ന് പറഞ്ഞാൽ കഷ്ടത മറക്കും. ഒരു ആമേൻ പറഞ്ഞേ. സ്തോത്രം. അവരുടെ നിലവാരം മറക്കും, അവരുടെ സ്റ്റാറ്റസ് മറക്കും, അവരുടെ അന്തരീക്ഷം മറക്കും, അവരുടെ പ്രതിസന്ധി മറക്കും, അവരുടെ ക്രൈസിസ് മറക്കും. പിന്നെ മെസ്സേജ് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അവർ മെസ്സേജ് കേൾക്കുന്നവരായിരുന്നു, വചനം കൈക്കൊള്ളുന്നവരായിരുന്നു. ഇനി അടുത്ത വാക്യം, അങ്ങനെ വചനം കൈക്കൊള്ളുക മാത്രമല്ല അവർ ഞങ്ങൾക്കും പിന്നെ കർത്താവിനും അനുകാരികളായിരുന്നു. ഇങ്ങോട്ട് നോക്കൂ. അപ്പോ ഈ മെസ്സേജ് കേൾക്കുക മാത്രമല്ല, പിന്നെ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും പിന്നെ കർത്താവിനും അവരെന്തായിരുന്നു? അനുകാരികളായിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ വിശാലമായി പറയേണ്ട കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കേൾക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും അത് അനുകരണത്തിനോട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. എനിവേ, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആകിയാൽ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പക്ഷെ ഈ സഭയെക്കുറിച്ച് പരിശുദ്ധാത്മ പറയുന്നത്, മെസ്സേജ് വളരെ കഷ്ടമുണ്ടായിട്ടും സന്തോഷത്തോടെ കേൾക്കുക മാത്രമല്ല, ഞങ്ങൾക്കും പിന്നെ കർത്താവിനും അനുകാരികൾ ആയിരുന്നു, ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർ ആയിരുന്നു ആ സഭ. ഇനി അടുത്തത് 7ാമത്തെ വാക്യമാണ്. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും, അതൊക്കെ എങ്ങനെ പറയാതിരിക്കുക? സ്തോത്രം. മെസ്സേജ് കേൾക്കുക മാത്രമല്ല, ആ മെസ്സേജ് കേട്ടിട്ട് ക്രിസ്തുവിനും ഞങ്ങൾക്കും അനുകാരികളായി ഇത് മാത്രമല്ല, മാസിഡോണിയ, മക്കധോനിയ ഒരു വലിയ വൈഡ് ഏരിയയാണ്. ഓക്കെ, ആ വൈഡ് ഏരിയയിൽ അവർ പാർക്കുന്ന കൊച്ചു സ്ഥലം മാത്രമല്ല, പുനലൂരോ പേപ്പർമില്ലോ ഇടമണ്ണോ ഒന്നുമല്ല, പിന്നെ ഒരു ഏരിയ മാസിഡോണിയ എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയ. ആ മാസിഡോണിയയിലും അഖായിലും വിശ്വസിക്കുന്നവർക്ക് മാതൃകയായിരുന്നു. എന്ന് പറഞ്ഞാല് ഞങ്ങൾ അവിടെ ചെന്ന് പ്രസംഗിക്കേണ്ടതില്ല, പറഞ്ഞാൽ മതി. കുഞ്ഞുമനുജനെ കണ്ടോ? ആച്ചാൻ പോകുന്ന ചർച്ചിന്റെ കാര്യമായി പറയുന്നേ. കുഞ്ഞമാമയെ കണ്ടോ? അമ്മമ്മ ആരാധിക്കുന്ന ആ ചർച്ച ഉണ്ടല്ലോ, അവിടുത്തെ കാര്യമായി പറഞ്ഞു വരുന്നേ. മീൻസ് ഞങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരത്തില്ല, ആൾക്കാരെ ചൂണ്ടിക്കാട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആൾക്കാരെ ചൂണ്ടിക്കാട്ടിയാൽ മതിയായിരുന്നു, എടുത്തു പറയേണ്ട കാര്യമില്ല, ഇതിനെക്കുറിച്ച് വിശാലമായി പറയേണ്ടതില്ല. പിന്നെ അവിടെ വരുന്നവരെ ചൂണ്ടിക്കാട്ടിയാൽ മതി, കാര്യങ്ങൾ പകുതി ഓക്കെയാ. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പണ്ട് അങ്ങനെ ഉള്ളവരുണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. ചാക്കോ ചായനും സ്തോത്രം കുഞ്ഞമ്മാമയും ഒക്കെ പണ്ടുണ്ടായിരുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരെ ചൂണ്ടിക്കാട്ടിയാൽ മതിയായിരുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഓരോരുത്തരെ വെളിപ്പെടുത്തി ചൂണ്ടിക്കാട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ മാതൃകയുള്ളവരുണ്ടായിരുന്നു. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറയണം. ആമേൻ. അപ്പോ അവർ ജീവിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, പിന്നെ അവർ ജീവിക്കുന്ന സംസ്ഥാനത്ത്, അവർ ജീവിക്കുന്ന രാജ്യത്ത് അവർ മാതൃകയായിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. മക്കദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്കെല്ലാം നിങ്ങൾ മാതൃകയായിരുന്നു. ഇനി അടുത്തത്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും, മീൻസ് താമസിക്കുന്ന സ്ഥലത്തും തൊട്ടടുത്തുള്ള അഖായിലും മാത്രമല്ല, പിന്നെ എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഇല്ല, എനിക്കൊന്നും പറയാനില്ല. ഐ എം സാറ്റിസ്ഫൈഡ്. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നു, അല്ല, പരിശുദ്ധാത്മാവിൽ കൂടെ പറയുന്നു, എനിക്കൊന്നും പറയാൻ ആവശ്യമില്ല. എന്താണോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നിങ്ങളിൽ ചെറിയ കാര്യം ചാലഞ്ചിങ് അല്ലയോ ഇത്? നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ. സ്തോത്രം. ചാലഞ്ചിങ് അല്ലേ? അല്ല, ഇത് നമ്മൾ ഗഹനമായി ഇതിലേക്ക് പോയാൽ നമുക്ക് പണി കിട്ടും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. തെസ്സലോനിക്ക സഭയ്ക്ക് നിങ്ങൾക്കറിയാമോ, ന്യൂ ടെസ്റ്റ്മെന്റിലെ ഈ സഭയ്ക്ക് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല. നമ്മളെ പോലെ ബൈബിൾ കൊണ്ടു നടക്കാൻ ഈ സാധനം അവർക്കില്ലായിരുന്നു, കിട്ടിയിട്ടില്ല. കാരണം അന്ന് ഈ ബൈബിൾ മൊത്തം എഴുതിയിട്ടില്ല. ബൈബിൾ എന്ന് പറയുമ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് മൊത്തം എഴുതിയിട്ടില്ല. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ 1ാമത്തെ പുസ്തകം യാക്കോബിന്റെ ലേഖനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. AD 44 അത് തെസ്സലോനിക്ക സഭയ്ക്കില്ല. 2ാമത്തെ ലേഖനം ഗലാത്യ ലേഖനമാണ്, അത് AD 49, അത് ഗലാത്യ സഭയ്ക്കാണ്. 3ാമത്തെ ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. ഈ ലേഖനമാണ് ഇവർക്കുള്ളത്. കൊരിന്ത്യ ലേഖനമോ പത്രോസിന്റെ ലേഖനമോ വെളിപ്പാട് പുസ്തകമോ ഗോസ്പലോ കിട്ടിയിട്ടില്ല. അങ്ങനെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രതികൾ കിട്ടിയിട്ടില്ല.
കഴിവില്ലാത്തവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇനി ഒന്നും പറയാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സഭയിൽ എങ്ങനെ ആവണമോ അത് നിങ്ങളിൽ ഉണ്ടെന്ന് ഇവരെ കുറിച്ച് ബൈബിൾ സർട്ടിഫൈ ചെയ്യുമ്പോ നമ്മളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. എന്നോട് നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ? അകം പൊളിയപ്പെടണം, അകം പൊളിയണം. കൺവെൻഷനുകൾ റിസൾട്ടിലോട്ട് വരണം. രക്തത്താൽ ചെയ്യാം. എന്തെങ്കിലും കുറെ ചിന്തകൾ പറഞ്ഞ് ജനത്തെ കൈയടിപ്പിച്ച് പോകുന്ന പരിപാടിയല്ല. ഇതിന് കോസ്റ്റ് ഉണ്ട്, ഇതിന്റെ പിമ്പിൽ പെയിൻ ഉണ്ട്, ഇതിന്റെ പിമ്പിൽ പ്രാർത്ഥനയുണ്ട്. അത് സ്ട്രെങ്ത് കാണിക്കുന്ന പരിപാടിയല്ല. പിന്നെ അകം പൊള്ളുന്ന മാനസാന്തരത്തിന്റെ ദൂതുകൾ അകത്തട്ടിൽ വീഴണം. അതാണ് കൺവെൻഷൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ഈ ശക്തിയോടെ ഹല്ലേലൂയ പറയണം. ഇവരെയൊക്കെ വെച്ച് നിർത്തി നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇവരെയൊക്കെ വെച്ച് തെസ്സലോനിക്ക സഭയും നമ്മളെ കൂടെ നിർത്തി കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയത്തില്ല എന്തുവായി തീരുമ്പോൾ നമ്മുടെ എൻഡിങ് എന്ന്. സ്തോത്രം. ആനുകൂല്യം സ്വർഗരാജ്യ പ്രവേശനത്തിന് ഇല്ല എന്ന സത്യം ഞാൻ തുടക്കത്തിലേ പറയുന്നു. ആനുകൂല്യം സ്വർഗരാജ്യ പ്രവേശനത്തിന് ഇല്ല എന്ന സത്യം ഞാൻ തുടക്കത്തിലേ പറയുന്നു. അതുകൊണ്ട് അവരെയും നമ്മയും കൂടെ കമ്പയർ ചെയ്താൽ എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് രാത്രി മെസ്സേജ് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നു എന്നതുപോലെ കേട്ടിട്ട് പോകരുത്. അരുളപ്പാട് സംസാരിക്കാന് ഇന്ന് രാത്രി തമ്പുരാൻ എനിക്ക് നൽകിയ നിയോഗം. ഇന്ന് രാത്രി അത് പ്രാപിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നിന്നോട് സ്വർഗം സംസാരിക്കുന്നെങ്കിൽ അത് ശിരസായി വഹിച്ച് ഏറ്റു പറയേണ്ട മേഖലയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ടു വേണം ഈ കോമ്പൗണ്ട് വിട്ടുപോകാൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന, തിരിച്ചറിയുന്ന, ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടി ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. സ്പിരിച്വലി നല്ല റലത്തിൽ നിൽക്കുന്ന സഭയാണ് തെസ്സലോനിക്ക സഭ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവർക്ക് പൗലോസ് ലേഖനം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സബ്ജക്റ്റ് ഇതാണ്: കർത്താവിന്റെ മടങ്ങിവരവാണ് ഈ വിഷയത്തിൽ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ വരാം. 1:19 വാക്യം വെച്ച് നമ്മുടെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്. 1:10 വരുന്നത് കാത്തിരിപ്പാൻ. അപ്പോ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു മടങ്ങി വരും. ആമേൻ. ആഹാ, നിങ്ങൾ ഒരു സ്തോത്രം പോലും പറഞ്ഞില്ല. നിക്ക്, ഇനി 2:19 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു. 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശു പ്രത്യക്ഷനാകും, മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? എവിടെ? 3-ാം അധ്യായത്തിൽ വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായി മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ 13-ൽ യേശുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പൗലോസ് എന്തിക്കുന്നു? വെളിപ്പെടുത്തുന്നു. ആരോടാ ഇത് പറയുന്നേ? സ്പിരിച്വലി നല്ല റലത്തിൽ നിൽക്കുന്ന സഭയോടാ. അല്ലാത്തവരോട് പറഞ്ഞാൽ സ്തോത്രം പോലും പറയത്തില്ല. കാരണം വരുവാന്നോ? അയ്യോ, യേശുവിന്റെ മടങ്ങിയ വരവിനെ കുറിച്ച് പറയുമ്പോൾ അകത്ത് പൊള്ളലുണ്ടാകണമെങ്കിൽ, കത്തലുണ്ടാകണമെങ്കിൽ അതായിരിക്കണം നമ്മുടെ കാത്തിരിപ്പ്. ഇത് പെന്തിക്കോസ്റ്റിൽ പലരുടെയും സെറ്റിങ്സ് മാറി. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇത് മൈൻഡ് സെറ്റ് മാറി. പണ്ടൊക്കെ അതായിരുന്നു സെറ്റിംഗ് എങ്കിൽ ഇന്ന് മൈൻഡ് സെറ്റ് മറ്റു പലതിലോട്ട് മാറി. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഒരുവനെ താൻ നനച്ചിരുന്നാൽ വരുന്നവനെല്ലാം അവനെന്ന് തോന്നും. അങ്ങനെ യേശുവിന്റെ മടങ്ങി വരവാണ് നമ്മുടെ കോൺസെപ്റ്റ് എങ്കിൽ, അതാണ് നമ്മുടെ പ്രതീക്ഷയെങ്കിൽ, ഇമാതിരി വാക്യങ്ങൾ കേൾക്കുമ്പോൾ അടങ്ങി ഇരിക്കാൻ ആർക്ക് കഴിയത്തില്ല. അവനകം തുറന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒരുമിച്ച് ഒരിക്കൽ കൂടെ കരമുയർത്തി ഈ ശക്തിയോടെ ഹല്ലേലൂയ പറയണം. 3-ാം അധ്യായത്തിൽ പറയുന്നു കർത്താവിന്റെ മടങ്ങി വരവാണ് അവൻ വിശുദ്ധ ദൂതന്മാരുമായി വരുന്നവന്റെ പ്രത്യക്ഷതയിൽ. ഇനി 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ദൈവമക്കൾ, എനിക്കറിയാം ഈ വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നതിൽ 99% ദൈവമക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ശബ്ദം ഉയർത്താൻ പറ്റുമോ, നിങ്ങൾക്ക് എത്രത്തോളം സൗണ്ട് ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ശബ്ദമുയർത്തി ഇന്ന് രാത്രി ആ വാക്യം നമുക്കൊന്ന് പറയണം. നീ പറയുന്ന സൗണ്ട്
അടുത്തിരിക്കുന്നവന്റെ ചെവി കേട്ടില്ലെങ്കിൽ പോലും വേണ്ടില്ല, നിന്റെ ചെവി കേൾക്കണം. സ്തോത്രം. നമ്മുടെ ചെവി കേൾക്കണം. നമ്മുടെ ചെവി കേൾക്കത്തക്ക നിലയിൽ ആ വാക്യം എന്ന് പറഞ്ഞേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, അതെന്ന് തുറന്ന് പറ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ. ഇനി 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1 മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ഏതിന്റെ കാലം ഏതിന്റെ സമയം അറിയിപ്പാൻ ആവശ്യമില്ല. ഏതിന്റെ? അടുത്ത വാക്യമാണ്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന്. ഈ 5 അധ്യായത്തിലും പൗലോസ്ലീഹ വെളിപ്പെടുത്തിയിരിക്കുന്ന ഗഹനമായ ഒരു സബ്ജക്റ്റ് ആണ് എന്ത്? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ടോ? അതിനകത്ത് എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, 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 സ്തോത്രം. ഈ രാത്രി ഈ റലവെല്ലാം ഒന്ന് മാറണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിനകത്തൊരു അസാധാരണമായ ദൈവ സാന്നിധ്യമുണ്ട്. അത് ജനത്തെ തൊടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചു വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞേ, ഞങ്ങളുടെ പ്രസംഗത്തിന് പരിമിതി ഉണ്ടെങ്കിലും പ്രസംഗം കേട്ടപ്പെടല്ല, പ്രസംഗങ്ങൾക്കപ്പുറമായി പരിവർത്തിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ജനഹൃദയത്തെ ഇന്ന് രാത്രി തൊടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇതിനകത്തൊരു അഭിഷേകത്തിന്റെ റലം വെളിപ്പെടണമെന്നാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളെ കാര്യങ്ങൾ 2 മിനിറ്റ് നടിച്ച് കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചേ. എനിക്കറിയാം ഇത് കൺവെൻഷൻ ആണെന്ന്. ഒരു വലിയ ആത്മപകർച്ച ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോ 5 അധ്യായത്തിൽ കൂടെ തെസ്സലോനിക്ക സഭ ഒരുവിധ സ്പിരിച്വലി ഹൈ ആയി നിൽക്കുന്ന സഭയോട് സ്വർഗം സംസാരിക്കുന്ന ദൂതാണ് കർത്താവിന്റെ മടങ്ങി വരവ്. അതാണ് ഇതിനകത്തുള്ള കാതലായ വിഷയം. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. അവിടെ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന്. അപ്പൊ അവർക്ക് ഒരു ചെറിയ ദുഃഖം ഉണ്ടായിരുന്നു. ആരെ കുറിച്ചാണെന്നറിയാമോ? മരിച്ചു പോയവരെ കുറിച്ച് ഒരു ചെറിയ ദുഃഖം അവർക്ക് ഉണ്ടായിരുന്നു. അറിയത്തില്ലല്ലോ. നമുക്കാണ് ഇപ്പൊ അറിയാം, മരിച്ചു പോയാൽ എന്തോ ചെയ്യും. ഇവിടുത്തെ അറിയാം, അവിടുത്തെ അറിയാം. ഇവിടുത്തെ നമുക്ക് അറിയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. മരിച്ചാൽ പിന്നെ അന്നേരം മോർച്ചറി കൊണ്ടുവെക്കും, ഇല്ലയോ? ഇവിടുത്തെ മരിച്ചാൽ പിന്നെ അന്നേരം മോർച്ചറി കൊണ്ടുവെക്കുക എന്നുള്ളതാണ് ഒരു 5 ദിവസം. പിന്നെ നമുക്കതൊരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് വെച്ചു, സെൻട്രൽ പാസിന് ഡേറ്റ് എടുത്തു, അടക്കുന്ന പൈസ ഉള്ളവരാണെങ്കിൽ അതിന് തത്തുല്യമായ ആൾക്കാരെ വിളിച്ച് ഡേറ്റ് എടുത്തു, വീഡിയോ, സൗണ്ട്, നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ച്. എടുക്കേണ്ട ദിവസം രാവിലെ ബോഡി എടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ബോഡി എടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. സ്തോത്രം. അത് ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. പൈസ ഉള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ കാറ് വരും, പൈസ ഇല്ലെങ്കിൽ ഒരു 3-4 കാറ്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ബോഡി എടുത്ത് പാട്ടും പാടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു ടെൻ്റൊക്കെ അടിച്ച് നടുക്ക് കൊണ്ട് വെച്ച് രസമാണ്. അപ്പുറത്തിപ്പുറത്ത് ഫാൻ, വീഡിയോ, എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്കുണ്ട്. കരയാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പേർ കസേരയിട്ട് കരയുന്നു. നല്ല വെള്ളയും ഒക്കെ ഇട്ട്, അതും പുത്തൻ വെള്ളം, പഴയതല്ല, പുത്തൻ വെള്ളം, അതൊക്കെ ഇട്ടിങ്ങനെ കരയുന്നു. പിന്നെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ വന്ന് എന്ത് പറയുന്നു? അനുശോചനം പറയുന്നു. കഴിഞ്ഞിടയ്ക്ക് ഒരു അമ്മാമ മരിച്ചുപോയി. പക്ഷെ വന്ന പുള്ളിക്കാരൻ പരിശോധന പറഞ്ഞപ്പോൾ അമ്മാമ എന്ന് മാറി അച്ചായനായിപ്പോയി. കാരണം മരിച്ചത് അമ്മയാണോ അച്ഛനാണോ എന്ന് പോലും അറിയാത്തവർ വന്ന് എന്ത് പറയുന്നു? അനുശോചനം പറയുന്നു. രസകരമാണ് ഈ കാര്യം. ഇതെല്ലാം പൊക്കി എടുത്തോണ്ട് സെമിത്തേരി ചെല്ലുന്നു. നീയോ ദാനിയേലേ പോയിക്കൊള്ളുക. ചത്താപ്പിന്റെ എല്ലാവർക്കും ഒറ്റപ്പേര ദാനിയേൽ. നീയോ ദാനിയേലേ പോയിക്കൊള്ളുക. കാലാവസാനത്തേക്ക് നിന്റെ മനസ്സിൽ അങ്ങോട്ട് കയറ്റി വെച്ച് സെല്ലടച്ചു. പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇവിടുത്തെ കാര്യം തീർന്നു. മരിച്ചുപോയാൽ ഇവിടെ എന്താകുമെന്ന് നമുക്കറിയാം. ഇനി കുറച്ചുകൂടെ നമുക്കറിയാം, ബൈബിൾ ഉള്ളത് കൊണ്ട്. ഇവർ ചെല്ലും, ഇവർക്ക് വേണ്ടി ഒരിക്കൽ സ്ഥലത്തോട്ട് ചെല്ലും. ഇത് 3 ഭാഗമായിട്ട് മാറും. ദേഹം മണ്ണിലോട്ട്, ദേഹി മറ്റൊരിടത്തോട്ട്, ആത്മാവ് വേറൊരിടത്തോട്ട് ചെല്ലും. ഇതിലേക്ക് ഇറങ്ങി നടക്കത്തില്ല. ഇതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. എങ്ങനെ അറിയാം? പ്രസംഗങ്ങൾ കേട്ടും ബൈബിൾ വായിച്ചും വ്യാഖ്യാനങ്ങൾ കേട്ടും നമുക്കറിയാം. പക്ഷെ ഇത് അന്ന് വ്യാഖ്യാനിക്കാനോ ബൈബിളും ഇല്ല, വ്യാഖ്യാനിക്കുന്നവരും ഇല്ലാത്തത് കൊണ്ട് അവർക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. മരിച്ചു പോയവർ എന്തു ചെയ്യും? അതിനുള്ള ആൻസറാ പൗലോസ് പറയുന്നത്. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ദുഃഖിക്കേണ്ട. അതിന്റെ കാരണം നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഈ ദുഃഖം. നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. അടുത്ത വാക്യമാണ് എന്റെ ചിന്താവിഷയം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ
അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. മരിച്ചുപോയവരെ കുറിച്ച് ഇനി എന്തെന്നറിയാതെ ഭാരപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ അതുപോലെ തന്നെ ക്രിസ്തുവിൽ മരിച്ചവരെയും താൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ഈ മണ്ണിന്റെ ശക്തിക്ക് അവരെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. എത്ര ആഴത്തിലെ കുഴിയിൽ കൊണ്ട് അടക്കം ചെയ്താലും അവനെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ എന്റെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചേ എന്ന് പറഞ്ഞാൽ അവിടെ ഗഹനമായ ഒരു സബ്ജക്റ്റ് അവർക്ക് പ്രസന്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ പേരാണ് പുനരുത്ഥാനം. സ്തോത്രം. നമ്മൾ മൗനമായതുപോലെ അവര് മൗനമായിരുന്നു എന്നു തോന്നുന്നില്ല. നമുക്കറിയാം, മറ്റവർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്തോത്രം. ഇങ്ങനത്തെ ഒരു സംവിധാനത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അവരാകെ ടെൻഷനിലായിരുന്നു. അയ്യോ മരിച്ചു പോയോ, കുഞ്ഞോട്ട് ഞാൻ എന്തോ ചെയ്യൂ, അയ്യോ പുള്ളി എന്തോ ചെയ്യൂ, പുള്ളി എന്തോ പോയോ, അയ്യോ എന്തോ ആകൂ, അറിയത്തില്ല. അറിയാതെ ഭാരപ്പെട്ടവരോട് പരിശുദ്ധാത്മ സംസാരിക്കുന്നു. യു ഡോണ്ട് വറി, നീ ഭാരപ്പെടേണ്ടതില്ല. കാരണം അവൻ മരിച്ചത് ക്രിസ്തുവിലാണെങ്കിൽ ഈ മണ്ണിന്റെ ശക്തിയെ പൊട്ടിച്ച് അവനെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യേശുവിന്റെ പ്രത്യക്ഷതയിൽ പുറത്തു കൊണ്ടുവരും. പുനരുത്ഥാനം. ഇന്ന് രാത്രി അതിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ ഉണ്ടോ ഇതിനകത്ത്? പണ്ട് ദൈവമക്കൾക്ക് ഈ പ്രതീക്ഷയും പ്രത്യാശയും ഒത്തിരി ഉണ്ടായിരുന്നു. പണ്ടത്തെ വിശ്വാസികളുടെ മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം ഈ പവറായിരുന്നു. രക്തത്താൽ ജയം. പണ്ടത്തെ ആൾക്കാർക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം ഈ പവറായിരുന്നു, ഇതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. നിങ്ങൾക്കറിയാമോ, എബ്രായ ലേഖനത്തിൽ പറയുന്നു 11:35 വാക്യത്തിൽ വായിക്കേണ്ട, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പിൽ കിട്ടേണ്ടത് ലഭിക്കേണ്ടതിന് ഉത്താരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. മീൻസ് മരണമാണോ, ആയിക്കോട്ടെ, വെട്ടുമോ, ഓ കുത്തുമോ, ആ കത്തിക്കുവോ, ഓ ഞങ്ങൾക്ക് ജീവൻ വേണ്ട, ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കേണ്ട, വെട്ടുന്നെങ്കിൽ വെട്ട്, കൊല്ലുന്നെങ്കിൽ കൊല്ല്. അവര് ചോദിച്ചു എന്താ കാരണം? ഞങ്ങൾക്ക് വേണ്ടത് ഇതല്ല, പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഉയർത്തെഴുന്നേൽപ്പാണ്. ഇന്ന് രാത്രി പുനരുത്ഥാനത്തെ കുറിച്ച് അകത്ത് ചിന്തിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം പറയണം യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഇതൊക്കെ പോയോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും. ഇതൊക്കെ കാണുമ്പോൾ ധാരാളം സഭകൾ സന്ദർശിക്കുന്ന ഒരു ശുശ്രൂഷകനാണ് ഞാൻ. കഴിഞ്ഞ ചില വർഷങ്ങളെ ആയിട്ടുള്ള കൺവെൻഷൻ പ്രസംഗകൻ എന്ന ലേബൽ വന്നിട്ട്, അതിനു മുമ്പ് ഞാൻ പ്രവാചകനായിരുന്നു, കൊച്ചു പ്രവാചകൻ, വാർഡ് പ്രവാചകൻ. ഞാൻ ഈ ഫേസ്ബുക്കിന്റെ വള്ളിയിൽ കൂടെ തൂങ്ങി സ്റ്റേജിൽ ഇറങ്ങിയ ആളല്ല സത്യത്തിൽ. ഏലപ്പാറ പഞ്ചായത്തിന്റെ 12ാമത്തെ വാർഡാണ് ഹെലിബറിയ. അവിടെ ശുശ്രൂഷ പ്രാപിച്ച് ആദ്യമായിട്ട് പ്രവചിക്കുന്ന എൻ്റെ ലോക്കൽ സഭയിലാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തടുത്ത പഞ്ചായത്ത് വിളിക്കാൻ തുടങ്ങി. അടുത്തടുത്ത് അങ്ങനെ വാർഡ് പ്രവാചകൻ പഞ്ചായത്ത് പ്രവാചകനായി. അങ്ങനെ പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ ജില്ലയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. കട്ടപ്പന, കുമളി, ജില്ലയുടെ ഭാഗങ്ങളാണ്. അങ്ങനെ ജില്ലയിൽ അറിയപ്പെടുന്ന പാസ്റ്ററായി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ജില്ല, അങ്ങനെ ആ അടുത്ത ജില്ല, അങ്ങനെ എത്ര 10,000-2,000-ലധികം ചർച്ചകളിൽ പോയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ. പലരുടെയും മനസ്സിൽ നിന്ന് പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ചിന്തയില്ല, യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തയില്ല. എങ്ങനെയും കൈയടിച്ച് പാട്ടുപാടി സ്തോത്ര കാഴ്ചയിട്ട് ഈ ലോകം അവസാനിപ്പിക്കുക എന്നതിനപ്പുറമായി ഒരു പ്രതീക്ഷയുമില്ല. അതെങ്ങനെ പാസ്റ്റർക്ക് മനസ്സിലായി? ഇതൊക്കെ ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് മാറ്റം കാണും, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൈയടിക്ക് മാറ്റം കാണും, ഇതൊക്കെ അകത്തുള്ളവന്റെ ആത്മീയ ജീവിതത്തിന് മാറ്റം കാണും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ ആത്മീയ ഉണർവിലേക്ക് ദൈവസഭ ഇന്ന് രാത്രി മടങ്ങിക്കയറി വരണം. വിശ്വസിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. പഴയ കാലത്തുള്ള ആൾക്കാരുടെ പ്രതീക്ഷ പുനരുത്ഥാനമായിരുന്നു. അവരെ മുമ്പോട്ട് നടത്തി അവരുടെ പ്രചോദനം ഇതായിരുന്നു. 36 സഭകൾ സ്ഥാപിച്ച ആളാണ് പൗലോസ്ലീഹ. ഇത് എൻ്റെ അഭിപ്രായമല്ല. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു സീനിയർ ശുശ്രൂഷകൻ IPCയിൽ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കൺവെൻഷൻ പ്രസംഗത്തിൽ കൂടെ ഞാൻ എടുത്തതാണ്. ആ കാലഘട്ടത്തിൽ 36 സഭകൾ ആരംഭിച്ച ആളാണ് പൗലോസ്ലീഹ. സ്തോത്രം. സ്വീകരിക്കുന്ന ആളില് ഞാനിവിടെ വന്നപ്പോൾ എന്ത് ഗംഭീര സ്വീകരണമായിരുന്നു. വന്ന് വണ്ടി നിർത്തിയപ്പോഴേ ഇതിന്റെ സംഘാടകർ അവിടെ ഓടി വന്നു. സംഘാടകർ എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന പാസ്റ്റേഴ്സ് ഓടി വന്നു. വെള്ളം വേണോ, ഈ കോഫി വേണോ, മുഖം കഴുകണോ, അയ്യോ എന്തോ സ്വീകരണമാണ്. പക്ഷെ പൗലോസ്ലീഹയ്ക്ക് അങ്ങനത്തെ ഒരു സ്വീകരണവും കിട്ടിയിട്ടില്ല ആ കാലത്ത്.
പ്രസംഗിച്ച് കഴിയുമ്പോൾ പോകുമ്പോൾ ഞങ്ങൾക്കൊരു വണ്ടിക്കൂലി തരും. അന്ന് അങ്ങനെ വണ്ടിക്കൂലി കൊടുക്കാൻ ആൾക്കാരില്ലായിരുന്നു, വാങ്ങാനും ആളില്ലായിരുന്നു. കൂടാരപ്പണി ചെയ്തിട്ട് കിട്ടുന്ന പൈസ മുടക്കി സ്വന്തം തൊർന്നോസിന്റെ പാഠശാല വാടകയ്ക്കെടുത്ത് യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം പ്രസംഗിച്ച ആളാണ് പൗലോസ്ലീഹ. അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, വിശ്വസിക്കുന്നവർക്ക് തന്നെ ലഭിക്കുന്ന നീതി പ്രാപിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. അടുത്ത വാക്യം, ഇങ്ങനെ വല്ലവിധേനയും സ്തോത്രം സ്തോത്രം ഇങ്ങനെ സഞ്ചരിക്കാൻ കാരണം എന്താ? അഥേന, കൊരിന്ത്, ഫിലിപ്പിയ, തെസ്സലോനിക്ക, എഫെസോസ്, സ്മുർന, ഈ സ്ഥലങ്ങൾ സഞ്ചരിക്കാൻ കാരണം എന്താ? ഒന്ന് കുറയെ 40 വട്ടത്തടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോല് കൊണ്ട് അടിയേറ്റു. കപ്പൽ ഛേദത്തിൽ കൊട്ടയ്ക്കകത്ത് വന്നു. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായി. മെലീത്ത പോയപ്പോ ഒരു പലകപ്പുറത്ത് കിടന്ന് തോണ്ടി തോണ്ടി പോകാൻ കാരണം എന്താ? ഒറ്റ കാരണമാണ്, വല്ലവിധേനയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ദൂതിന്റെ ആരങ്ങൾ തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ രാത്രി മൈൻഡ് എല്ലാം ഒന്ന് മാറട്ടെ. UK സെറ്റ് ചെയ്തിരിക്കുന്ന നിന്റെ മൈൻഡ് മാറട്ടെ. IELTS OETയിലും മനസ്സ് വെച്ചിരിക്കുന്ന നിന്റെ മൈൻഡ് റീസെറ്റ് ആവട്ടെ. യേശുവിന്റെ മടങ്ങി വരവും സ്വർഗരാജ്യ പ്രവേശനവും ഇന്ന് രാത്രി അകത്ത് ചിന്തിക്കുന്ന എത്ര ദൈവമക്കൾ ഉണ്ട് ഇതിനകത്ത്? ഒരുമിച്ച് കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടോ. ആ കാലത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പുനരുത്ഥാനമായിരുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കുറിച്ച് പറയുന്നത് അവർ കാടുകൾ, മലകൾ, ഗുഹകൾ, ഭൂമിയുടെ പിളർപ്പുകൾ ഉഴന്ന്, വായിച്ചിട്ടില്ലേ? ഉഴന്നു വലഞ്ഞു. ഞാൻ പറയാം, എബ്രായ സഭക്കാരോട് വേറെ കുറച്ച് ആൾക്കാരെ എടുത്ത് പ്രസന്റ് ചെയ്യാണ്. നിങ്ങൾക്കറിയാമോ, എബ്രായ സഭയെ കുറച്ച് പേർ കാടുകൾ, മലകൾ, ഗുഹകൾ, ഭൂമിയുടെ പിളർപ്പുകൾ ഉഴന്നു വലഞ്ഞു. ഇതാരാണ്? ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. നിത്യതയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ അല്ലാതെ നമുക്കറിവില്ല. പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് ഈ വെളിപ്പാട് പുസ്തകം വായിച്ചുള്ള അറിവില്ല. മങ്ങിയ വെളിച്ചത്തിൽ, നിത്യതയെക്കുറിച്ച് ലഭ്യമായ മങ്ങിയ വെളിച്ചത്തിൽ കാടുകൾ സഞ്ചരിച്ചെന്ന്, മലകൾ സഞ്ചരിച്ചെന്ന്, ഭൂമിയുടെ പിളർപ്പുകളിൽ ഉഴന്നു വലഞ്ഞു. വായി എന്തിന്? നമ്മള് 10 മിനിറ്റ് നടക്കേണ്ടി വന്നാൽ യോഗം മുടക്കുന്ന ടീമുകളാ. ഇപ്പൊ ഈ പാസ്റ്റർമാരുടെ ട്രാൻസ്ഫർ സമയമാണല്ലോ. പണ്ട് പാസ്റ്റർമാരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആകെ ഒറ്റ ക്വാളിറ്റിയെ നോക്കത്തുള്ളൂ. പാസ്റ്റർ ആണോ? യെസ്. അഭിഷേകം ഉണ്ടോ? ഉണ്ട്, മതി, പാസ്റ്റർ പോരെ. ഇപ്പൊ അതല്ല, പാസ്റ്റർ പ്ലസ് പാസ്റ്റർക്ക് അപ്പുറം എന്തോ ഉണ്ട്. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. എന്നാ പോരട്ടെ. കാരണം എന്താ? ഞങ്ങളെ പിക്ക് ചെയ്യണം, ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യണം. ഇത് ബലഹീന വിശ്വാസികളെ കൊണ്ടുവരുന്നതിന് പ്രയാസമില്ല. പക്ഷേ ആ ചായ്വിൽ 30-35 വയസ്സുള്ളവരും ഈ കാറിന്റെ പുറകെ കയറുന്നുണ്ട്. അല്ലെ ആള് പറയും, നിങ്ങളുടെ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പറ്റിയാൽ ഒരു കോഫി കൂടെ കൊടുത്താലേ ഞങ്ങൾ വരൂ. ഇല്ലേ, വരില്ലെന്ന് പരസ്യമായി ശാസിച്ചാൽ ഞങ്ങൾ വരത്തില്ല. മാറ്റം വരെ ഞങ്ങൾ വരത്തില്ല. സ്തോത്രം. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ ഈ രാത്രി സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ല. ഇത് ഞാനേ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സെന്ററാണ്, ഇടമൻ സെന്റർ. ഞാൻ ഈ സഭയുടെ ദൈവസഭയുടെ ഒരു ലോക്കൽ ശുശ്രൂഷകനാ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ എന്റെ കുടുംബാംഗങ്ങളാ. നിങ്ങളോട് ഞാനല്ലാതെ പിന്നെ ആരാ ഇത് പറയുന്നേ? ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയും മാനസാന്തരപ്പെട്ടേ പറ്റൂ. ഇത് മൈൻഡ് മാറിയതാ അതിന്റെ പ്രത്യേകത. എന്തിനാ പള്ളി പോകുന്നത് പോലും പലർക്കും അറിയത്തില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിക്ക് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യണം, പറ്റുവാണ് ഒരു കോഫിയുടെ എന്ത് ചെയ്യണം. ഇനി വന്നാൽ തന്നെയോ രസകരമാണ്. കസേര നോക്കി വരുന്നവരാ സാധാരണ. പക്ഷെ ഇതങ്ങനെയല്ല, മേലോട്ട് നോക്കിയേ വരത്തുള്ളൂ. ഫാൻ ഉണ്ടോ അതിൻ്റെ താഴെ? എന്നാ പണ്ടത്തെ വിഷമം തോന്നുന്നുണ്ടോ? അതിന് തോന്നരുത്, പ്ലീസ്. വിഷമം തോന്നരുത്. ഞാൻ എൻ്റെ ഉള്ളം തുറന്ന് സംസാരിക്കുന്നേ. അതാണ് എനിക്ക് ഭയങ്കര ആത്മാർത്ഥയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് രാത്രി മീറ്റിങ്ങിൽ ഒരു അസാധാരണ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കണം.
ഈ ആരാധനയിൽ ജനം ആത്മാവിൽ നിറയപ്പെടണം. അന്യഭാഷ പറഞ്ഞിട്ട് നാളുകളായ സഹോദരങ്ങൾ ഇതിനകത്തുണ്ട്. പ്രാപിച്ചപ്പോ പറഞ്ഞതല്ലാതെ ഇന്ന് വരെ അന്യഭാഷ പറയാതെ ഇതിനകത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ഉണർവ് വ്യാപരിക്കണം. സ്തോത്രം. അന്യഭാഷ പറഞ്ഞിട്ടില്ലാത്തവർ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ആനുകൂല്യം ഒരൊറ്റ മനുഷ്യന് തമ്പുരാൻ സ്വർഗരാജ്യ പ്രവേശനത്തിന് നൽകത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാര്യമൊന്ന് വീശി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. പണ്ടുകാലത്ത് ഈ ആൾക്കാരുടെ പ്രചോദനമായിരുന്നു പുനരുത്ഥാനം. അവരുടെ പ്രതീക്ഷയായിരുന്നു പുനരുത്ഥാനം. അതായിരുന്നു അവരെ മുമ്പോട്ട് പോകാൻ നടത്തിയ പ്രചോദനം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, അന്ന് എഴുതിയ പാട്ടുകളൊക്കെ തന്നെ ഈ ചിന്തയിൽ നിന്നുരുത്തിരിഞ്ഞു വന്ന പാട്ടുകളാണ്. പ്രക്കളെ പോൽ നാം പറന്നുയരും, ഓ പ്രാണപ്രിയൻ വരവിൽ. പ്രക്കളെ പോൽ നാം പറന്നുയരും, പ്രാണപ്രിയൻ. പ്രത്യാശയേറുന്ന പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്ന പൊന്മുഖം കാണുവാൻ, പ്രാണപ്രിയൻ. ഓ പ്രാണപ്രിയൻ. കരമടിച്ചു പഠിക്കുക. പ്രക്കളെ പോൽ പ്രാണപ്രിയൻ വരവിൽ, ഓ പ്രാക്കളെ പോൽ നാം പറന്നിടുമേ, പ്രാണപ്രിയൻ വരവിൽ. ഈ ലോക ക്ലേശങ്ങളേറിടുമ്പോ സാരമില്ല, ഓ ഈ ലോക ക്ലേശങ്ങളേറിടുമ്പോ സാരമില്ല. സന്തോഷം ഹായത്തെയോ ശ്രേഷ്ഠം, ഓ നിത്യ സന്തോഷം ഹായത്തെയോ ശ്രേഷ്ഠം. നിത്യമായങ്ങു വാണിടോ, നിത്യമായങ്ങു വാണിടോ. മക്കളെ പോന്ന മറന്നിടുവേ, പ്രാണപ്രിയ വരവിൽ. മക്കളെ പോന്ന മറന്നിടുവേ, പ്രാണപ്രിയൻ വരവിൽ. യുദ്ധങ്ങൾ ശാപങ്ങളേറിടുമ്പോ ഫലപ്പെടേണ്ടതുണ്ടോ, യുദ്ധങ്ങൾ ശാപങ്ങളേറിടുമ്പോ ഫലപ്പെടേണ്ടതുണ്ടോ. കാഹളം ധ്വനിക്കും വാതിൽ മണവാളൻ, കാഹളം ധ്വനിക്കും വാതിൽ മണവാളൻ. ഓ വിശുദ്ധിയോടൊരുങ്ങി നിൽക്കാം, വിശുദ്ധിയോടൊരുങ്ങി നിൽക്കാം. മക്കളെ പോന്ന പറന്നിടുമേ, പ്രാണപ്രിയ വരവിൽ. 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 ഹല്ലേലൂയ. ചേർന്ന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയാം. അകത്ത വലിയ പ്രത്യാശ ഒന്ന് വ്യാപരിക്കപ്പെടട്ടെ. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നിത്യതയല്ലേ. എന്തിന് നാം കാത്തിരിക്കുന്നു? ആർക്കായി കാത്തിരിക്കുന്നു? നമ്മുടെ പ്രതീക്ഷ എന്താണ്? യേശുവിന്റെ മടങ്ങി വരവും നമ്മുടെ പുനരുത്ഥാനവുമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സകല മൂഢതകളും ഇന്ന് രാത്രി മാറട്ടെ. സഭകളെ ഭരിച്ചു വെക്കുന്ന, ജനത്തെ പിടിച്ചു കുലുക്കുന്ന ഈ ലോക ചിന്തകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി മാറട്ടെ. ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയിൽ ഒരസാധാരണമായ ആത്മപകർച്ച ഈ പന്തലിൽ സംഭവിക്കട്ടെ. പണ്ടുകാലത്തുള്ള വിശുദ്ധന്മാരുടെ പ്രതീക്ഷ ഇതായിരുന്നു. ഇന്നത്തെ പാട്ടുകളൊക്കെ അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു അപമാനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആ ഒരു പാട്ട്. അറിയാമോ നിങ്ങൾക്ക്? ഓ എൻ പ്രിയ രക്ഷകൻ, നീതിയിൻ സൂര്യനായി
തേജസ്സിൽ ഒരു അപമാനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് അത്. സ്റ്റേജ് ഇരുത്തിയില്ലെന്ന് പോലും ഇറങ്ങിപ്പോകെ വഴിക്ക് അദ്ദേഹത്തിന്റെ അകത്ത് വന്നൊരു പാട്ടാണത്. ഓ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, ഓ കൂടവേ ഇരുത്തുന്ന രാജാവ്, ഓ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരുമൻ പ്രിയ രക്ഷകൻ. പണ്ട് കാലത്തൊക്കെ ഈ പാട്ട് പാടിയാൽ മണിക്കൂറുകൾക്ക് ആരാധനയാണ്. ഇന്ന് കീബോർഡും സംവിധാനങ്ങളും ഉണ്ടെങ്കിലേ നമുക്ക് സ്തോത്രം പറയാൻ പറ്റൂ. പണ്ട് ഈ സാധനം ഞങ്ങൾക്കില്ലായിരുന്നു. പണ്ട് കൈയടിച്ചുള്ള പാട്ടായിരുന്നു. പുതിയ വിശ്വാസികൾ വരുന്നത് കൊണ്ട് കൈയടിക്കൊരു അവതാളം. കാരണം പല വിശ്വാസികളും പുതിയതായതുകൊണ്ട് കൈയടിക്കാൻ അങ്ങനെ അറിയത്തില്ല. അപ്പൊ പാട്ടുകൾ തെറ്റിപ്പോകുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു ഒരു താളമുണ്ടെങ്കിൽ കൊള്ളാമെന്നോർത്ത ട്രമ്മ് മേടിച്ചേ. അത് പിന്നെ ട്രമ്മുണ്ടെങ്കിൽ അന്യഭാഷ വരത്തുള്ളതായപ്പോൾ ഞങ്ങൾ സൈഡ് ട്രമ്മൂടെ മേടിച്ചു. ഇത് രണ്ടും ഉണ്ടായിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ കീബോർഡ് വായിച്ചത്. ഇത് വായിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും രണ്ട് കൂട്ടിക്കോ, കട്ട കൂട്ടിക്കോ. രണ്ട് ഋതത്തിന്റെ കാര്യമാ. പതുക്കെ പതുക്കെ അടിച്ചു തുടങ്ങും. രണ്ട് കൂട്ടും തോറും നിങ്ങൾ വേഗത്തിലാകും. അവസാനം അന്യഭാഷയിൽ അവസാനിപ്പിക്കും. അതിനുവേണ്ടി ഈ സാധനം കൊണ്ടുവന്നതാ. നിങ്ങൾ അതിനെയും തോപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടെണ്ണമാ വെച്ചേക്കുന്നത്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഈ രാത്രി തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ എനിക്കറിയത്തില്ല, ഒരു അസാധാരണമായ ആത്മസാന്നിധ്യം ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് എനിക്ക് ആത്മാവിൽ അറിയാം. യെസ്, ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ ശരീരത്തിൽ ഞാനത് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ മാനസാന്തരത്തിന്റെ, നിന്റെ ഉണർവിന്റെ പകലാണ്, രാത്രിയാണ്, നിന്റെ ജയത്തിന്റെ രാത്രിയാണ്. ഇതൊരു മടങ്ങി വരവിന്റെ രാത്രിയാണ്. വിശ്വസിക്കാൻ മനസ്സുള്ളവർ, പ്രതികരിക്കാൻ മനസ്സുള്ളവർ, സ്തോത്രം ചെയ്യാൻ മനസ്സുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു തുടങ്ങിക്കേ. പണ്ട് കാലത്ത് ജനത്തെ മുമ്പോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചതായിരുന്നു പുനരുത്ഥാനം. അതായിരുന്നു അവർക്ക് നൽകിയ പ്രചോദനം. കാടുകൾ, മലകൾ, ഗുഹകൾ, ഭൂമിയുടെ പിളർപ്പുകൾ ഉഴന്നു വലഞ്ഞു. ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. 10 മിനിറ്റ് നടന്ന് യോഗത്തിന് പോകാൻ മടിക്കുന്ന നമുക്കിത് ചലഞ്ചിങ് ആണ്. തലമുറകളെയും മക്കളെയും കൂട്ടിക്കൊണ്ട് കാടുകൾ, മലകൾ, ഗുഹകൾ, ഭൂമിയുടെ പിളർപ്പുകൾ ഉഴന്നു വലഞ്ഞു. ഇനി അടുത്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. വാട്ട് ഈസ് ദ റീസൺ? എന്തിനു വേണ്ടി അറുക്കപ്പെട്ടു? എന്താണ് കാരണം? ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടിന്റെയും കോലാടിന്റെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ട്, ഉപദ്രവം, കഷ്ടം സഹിച്ചു. എന്നിട്ട് ആ കാടുകൾ, മലകൾ. എന്റെ ചോദ്യം, അവര് കണ്ടത് നമ്മൾ കണ്ടിട്ടില്ലേ? എനിക്കറിയത്തില്ല. അവരെന്തോ കണ്ടല്ലോ, അവരുടെ അകത്ത് എന്തോ ഉടക്കിയല്ലോ, അവര് മറ്റെന്തോ കണ്ടല്ലോ. ഹല്ലേലൂയ, ആമേൻ. ലഭിക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ തൂക്കം കുറഞ്ഞെന്ന പേരിൽ പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന നമ്മൾക്ക് അറിയാതെ പോയത് എന്തോ അവര് കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി ദൈവസഭകൾ ഒന്ന് മടങ്ങി വരട്ടെ. Praise the Lord. Praise the Lord. അന്നത്തെ കൂട്ടായ്മകളും ആരാധനകളും അത്ര പവർഫുൾ ആയിരുന്നു. കാരണം അവർക്ക് വില കൊടുത്തവരായിരുന്നു. അവരുടെ പ്രതീക്ഷ മടങ്ങി വരവായിരുന്നു, അല്ലെങ്കിൽ പുനരുത്ഥാനമായിരുന്നു. അതായിരുന്നു അവരുടെ ആഗ്രഹം, അതായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷെ നമുക്കറിയത്തില്ല, എവിടെയോ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. മനസ്സിലായവർക്ക് കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. പബ്ലിക് മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് ഒരു പരിധിക്കപ്പുറം മുകളിലോട്ട് പോകാൻ കഴിയുന്നില്ല. ഐ ആം ഹെൽപ്ലെസ്. എനിക്ക് പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു മേഖല നിന്റെ അകത്ത് സ്പർശിക്കപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി അത് കേട്ട് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അതാണ് ഈ കൺവെൻഷൻ കൊണ്ട് പരിശുദ്ധാത്മാവ് ലക്ഷ്യമിടുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പദങ്ങൾ അവരെ ഞെട്ടിച്ചു. ഏത്? നിദ്ര കൊണ്ടവർ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കും. അയ്യോ, ഞെട്ടിപ്പോയി. സ്തോത്രം. സത്യം പറഞ്ഞ ഈ മർമ്മം മനസ്സിലായി നമ്മൾ ഞെട്ടും. കാരണം മനുഷ്യ ശരീരത്തിൽ 3 ഭാഗം ഉണ്ടെന്നാ പറയുന്നല്ലേ? ദേഹം, ദേഹി, ആത്മാവ്. മരണത്തോട് കൂടെ ഇത് 3ഉം സെപ്പറേറ്റഡ് ആണ്. ദേഹം പൊടിയിൽ നിന്നെടുത്തത് കൊണ്ട് നീ പൊടിയോടെ എന്ത് ചെയ്യും? ചേരും. നീ പൊടിയാകും, മണ്ണിലോട്ട് ലയിക്കും. കഴിഞ്ഞേ. പിന്നെ ദേഹി, ആത്മാവും. ആത്മാവ് ദൈവമാക്കുന്നിടത്തോട്ട് ചെല്ലും, ദേഹിയും അതുപോലെ. പക്ഷെ പുനരുത്ഥാനത്തിൽ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചതാണെങ്കിലും
എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈഡായി പോയതാണെങ്കിലും കർത്താവിന്റെ കാലം തൊലിക്കുമ്പോ ഇത് മൂന്നും കൂടെ ഒന്ന് ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ ശരീരമായി ഈ മണ്ണിന്റെ ശക്തിയെ പൊട്ടിച്ച് പുറത്തു വരുമെന്ന് പറഞ്ഞാൽ കർത്താവ് ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ ദൈവത്തിന്റെ കാഹളം, ഈ കാഹളം 4 ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒത്തിരി കാണുമായിരിക്കും. എന്റെ കൊച്ചു ബുദ്ധിയിൽ ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായ കാഹളങ്ങൾ 4. 1 തെക്കിയ, 2 തെരുവ, 3 ഷെമറിയും, 4 തെക്കിയ ഹഗദോൾ. 4 കാഹളമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വേറെയും കാണുമായിരിക്കും. ഇത് ധാരാളം സമയങ്ങൾ പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ കണ്ടെത്താൻ പറ്റുമെന്നാണ് എന്റെ ചിന്ത. എന്റെ കൊച്ചു ബുദ്ധിയിൽ 4 തെക്കിയ, തെരുവ, ഷെമറിയും ആൻഡ് തെക്കിയ ഹഗദോൾ. തെക്കിയ ആളെ കൂട്ടുന്ന കാഹളമാ, ആളെ കൂട്ടും. അത് ഊതുമ്പോൾ ഇസ്രായേൽ മക്കൾ ഓടി വരും. എന്തോ പറയാനാ അല്ലാതെ സൗണ്ട് സിസ്റ്റം ഇല്ലല്ലോ പണ്ട് പറയാൻ. ഹലോ, അറിയിപ്പുണ്ട്, ഈ സാധനം ഇല്ലല്ലോ. ഈ മരുഭൂമി താമസിക്കുകയല്ലേ ഇങ്ങനെ 40 ലക്ഷം പേർ ഏകദേശം, ഇങ്ങനെ പല സ്ഥലത്ത്. ഇതിങ്ങനെ ഒറ്റ ഊതുമ്പോൾ എന്തോ ആള് കൂടും. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇന്നേക്ക് ഒരു 10 കൊല്ലം മുമ്പ് സഭായോഗം ആരംഭിക്കുന്ന സമയത്ത് സെക്രട്ടറി വന്നിട്ട് ട്രമ്മേ 2 കൊട്ടു കൂട്ടും. എന്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു. പണ്ട് ട്രമ്മായിരുന്നു. അപ്പൊ സെക്രട്ടറി ഇങ്ങോട്ട് വന്ന് ട്രമ്മേ 2 കൊട്ടു കൂട്ടുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ഒരു ഓർത്തോണം സഭായോഗം തുടങ്ങാൻ പോവാ, രക്തത്താല് ചെയ്യും. ഇപ്പൊ ആ കോട്ടില്ല. അതിന്റെ കാരണം എന്നറിയാമോ? സെക്രട്ടറി 10 മണിക്ക് വരത്തില്ല, രക്തത്താല് ചെയ്യും. സ്തോത്രം. പുള്ളി വരുമ്പോൾ 10 10:45. തെക്കി ആളെ കൂട്ടുന്ന കാഹളം. തെരുവ ഒന്നാമത്തത് കേൾക്കാത്തവനും രണ്ടാമത്തത് കേൾക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇത് അന്നം കൊടുക്കുന്ന കാഹളമാ. സ്തോത്രം. തെരുവ. 3 ഷെമറിയും. ഈ കാഹളം കേൾക്കുമ്പോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോ യുദ്ധത്തിന് പോയിട്ട് ശത്രുവിന്റെ വെട്ടേറ്റ് കുത്തേറ്റ് കുതിര ലായത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉണ്ടാവും. കാലി മുറിഞ്ഞത്, കൈ മുറിഞ്ഞത്, കുത്തുകൊണ്ടത്, വെട്ട് ഇങ്ങനെ കിടക്കും. ഉണ്ടല്ലോ, ഓരോ യുദ്ധം കഴിയുമ്പോഴും അങ്ങനെ ഹോസ്പിറ്റലാകുന്ന കുറെ കുതിരകളുണ്ട്. മയക്കത്തിലാണ്. പക്ഷേ ഷെമറിയും ഇങ്ങനെ ഹൂന്ന് പറഞ്ഞ് കേൾക്കുമ്പോ ഈ മയക്കം മാറി ഇവന്മാർ അവിടെ കിടന്ന് ഒന്ന് ക്ഷണിക്കും. അതിന്റെ അർത്ഥം ഇതിന്റെ പേര് യുദ്ധകാകളോന്നാ. ഇത് കേട്ടാൽ മയക്കങ്ങൾ മാറും, ഇത് കേട്ടാൽ ക്ഷീണങ്ങൾ മറക്കും, ഇത് കേൾക്കുന്നവന്റെ അകത്ത് ഒരു ആരോഗ്യം വ്യാപരിക്കും. ഇന്ന് രാത്രി ദൈവസഭ കുറിച്ച് വെച്ചോ, യുദ്ധകാകളം തമ്പുരാൻ ഊതിക്കഴിഞ്ഞു. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. 4ാമത്തെ കാഹളമാണ് തെക്കിയ ഹഗദോൾ. അത് ദൈവത്തിന്റെ കാഹളമാ. ഇന്ന് വരെ അത് ഊതിയിട്ടില്ല. അത് ഊതുമ്പോൾ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അകം കത്തിപ്പോയി കേട്ടോ. കാരണം ഇതിങ്ങനെ ഊതുകയും ആ ശബ്ദം കേൾക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നോക്കിയ സെമിട്രികൾ ചലിക്കാൻ തുടങ്ങും. മണ്ണുകൾ ചലിക്കാൻ തുടങ്ങും. റമനയന്തർജനാഥന. ആത്മനിറവിൽ അത് കാണുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. സ്ലാബിട്ട് മൂടി വെച്ചിരിക്കുന്ന സെമിറ്റേരികൾ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങും. അതിന്റെ മുകളിൽ കിടക്കുന്ന മണ്ണുകൾ ഇളകാൻ തുടങ്ങും. അതിന്റെ അകത്ത് കിടക്കുന്നവർ എത്ര കൊല്ലം മുമ്പ് മരിച്ചയാളായാലും അവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ അവിടെ നിന്ന് ഉയർത്തു വരുന്നൊരു സുദിനമുണ്ട്. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചേ. ആ പ്രതീക്ഷ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് അന്തരീക്ഷം മാറും. എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് രാത്രി കൊണ്ട് ആ പ്രതീക്ഷ അകത്തുണ്ടെങ്കിൽ അന്തരീക്ഷം മാറും. സ്തോത്രം. ആരാധനയുടെ തലങ്ങൾ മാറും. സഭകൾ കൺവെൻഷൻ ഗ്രൗണ്ടുകളായി മാറും. സഭകൾക്കകത്ത് ആത്മീയ റിവൈവൽ സംഭവിക്കും. എനിക്ക് നിങ്ങൾക്ക് 3 9 10 ആകും. അത് തമ്പുരാനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് രാത്രി നിനക്ക് എങ്ങനെ പ്രതികരിക്കണമോ ഈ രാത്രി അങ്ങനെ പ്രതികരിക്കണം. നിന്നെ ഒതുക്കി വച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ ഇന്ന് രാത്രി പൊട്ടിച്ചു മാറി ഒരു അഭിഷേകത്തിന്റെ ഉണർവിലേക്ക് ദൈവസഭ എത്തിപ്പെടണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങൾ പറയുന്ന ഭാഷ നിങ്ങളുടെ ചെവിയിൽ എത്തട്ടെ. യേസ്, നിന്റെ നാവിൽ നിന്ന് വരുന്ന ലാംഗ്വേജ് നിന്റെ ചെവിക്കകത്ത് വീഴട്ടെ. യേസ്.
അതരം തുറക്കാൻ കഴിയുമെങ്കിൽ അതരം തുറക്കണമെന്ന് രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നവരല്ലേ നമ്മൾ? ആരാധനയ്ക്ക് വന്നവരല്ലേ നമ്മൾ? ഒരു മെസ്സേജ് കേട്ടിട്ട് കൊള്ളാമെന്നോ കൊള്ളത്തിലെന്നോ പറഞ്ഞു പോകാൻ വന്നവരല്ല നമ്മൾ. ഈ രാത്രി ഒരു വലിയ പകർച്ച അനുഭവിക്കട്ടെ, ഒരു വലിയ മാറ്റത്തിലേക്ക് വരട്ടെ. ദൈവസഭകൾ, വ്യക്തികൾ ഉണർവിലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. പണ്ടുകാലങ്ങളിലെ കൺവെൻഷനുകൾക്കുള്ള മെസ്സേജുകൾ ഈ ടൈപ്പ് മെസ്സേജുകളായിരുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവ്, കുഞ്ഞാടിൻ്റെ കല്യാണം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം, ഇതൊക്കെയായിരുന്നു ശാശ്വത ഭവനം. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ മെസ്സേജുകൾ. ഇന്നിപ്പോൾ ആ ടൈപ്പ് മെസ്സേജുകൾ കേൾക്കുന്നില്ലാത്തത് കൊണ്ട് ഒരു പ്രത്യേക ടൈപ്പിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇന്ന് രാത്രി മടങ്ങി വരാൻ തമ്പുരാൻ ജനത്തോട് ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഒരിക്കൽ കൂടിയ കാര്യങ്ങളെന്ന് വീശി ദൈവത്തെ സ്തുതിച്ച്. എനിക്കറിയാം വ്യക്തിപരമായ അനേകർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. നാളുകൾക്ക് ശേഷം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന പലർ ഇന്ന് രാത്രി ഈ ടെന്റിനകത്തുണ്ടെന്ന് എന്നോട് സ്വർഗ്ഗം സംസാരിക്കുന്നുണ്ട്. ഇതുവരെ പലപ്പോഴും അന്യഭാഷ പറയാതെ, ചില മാസങ്ങളായി പറയാത്തവർ ഇന്ന് രാത്രി പ്രത്യേക ആത്മപ്രചോദനത്തിൽ എത്തിയിട്ടുണ്ടെന്ന് എന്നോട് സ്വർഗ്ഗം സംസാരിക്കുന്നുണ്ട്. യെസ്, ഇത് നിന്റെ സമയമാണ്. യെസ്, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. പ്രതികരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങ്. പ്രൈസ് ദി ലോർഡ്. പുനരുത്ഥാനമായിരുന്നു അവരുടെ പ്രതീക്ഷ, അതായിരുന്നു അവരുടെ ആവേശം, അതായിരുന്നു പഴയ കാലത്തുള്ള വിശുദ്ധന്മാരുടെ പ്രത്യാശ. ഒത്തിരി പാട്ടുകൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നുണ്ട്. കഷ്ടതയാകുന്ന ശോധന എന്നേരെ അടിക്കടിയായി കവിഞ്ഞൊഴുകുകിലും, ഓ കഷ്ടത സഹിച്ചവൻ തൻ കരം നീട്ടി തൻ എന്നെ അനുദിനം നടത്തിയിടുന്നു. അടുത്ത ലൈനാ ഏതാ? ഓ പ്രത്യാശ വർദ്ധിക്കുന്നൻ പ്രാണനാഥനെ പ്രാവിൻ ചിറകനി കേകിയെങ്കിൽ, ഓ പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്ന് സ്വർഗകനാൻ നാട്ടിൽ വാഴുവാനാ. ഓ പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്ന് സ്വർഗകനാൻ നാട്ടിൽ വാഴുവാനാ. അടുത്ത ലൈനൊക്കെ കുറച്ച് വളരെ ഗൗരവമാണ്. ദുർഘടമേടുകൾ കയറുകിൽ തളരാതെ നിൻ കൃപയേകുക എൻ പിതാവേ. അഗതിയായി വിശ്വസ്തനാണെന്നു വന്നാലും വിശ്വസ്തനായി പാർക്കുന്ന സ്നേഹമൂർത്തേ, പ്രത്യാശ വർദ്ധിക്കുന്നൻ പ്രാണനാഥനെ ഭാവിൻ ചിറകനി കേകിയെങ്കിൽ, ഓ പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്ന്, ഓ സ്വർഗകനാൻ നാട്ടിൽ വാഴുവാൻ. പണ്ടത്തെ പാട്ടും ആരാധനയുമാണ് ഇതൊക്കെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അകത്ത് വർദ്ധിക്കട്ടെ ആ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ. 8 മക്കളുണ്ടായിരുന്നു CS മാത്യു അപ്പച്ചന് ആൺപിള്ളാരായിട്ട്. OM രാജിക്കുട്ടി പാസ്റ്ററിന്റെ ഫാദർ ഇൻ ലോ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, കൃത്യമായിരിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല, കൃത്യമാവട്ടെ. 8 പേരും മൺമറഞ്ഞു പോയെന്നാണ് ആ കാലത്തിൽ. 8 പിള്ളേരും മൺമറഞ്ഞു പോയിരിക്കുന്ന സമയത്ത് ഒരു കൺവെൻഷൻ വെച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു പാട്ടാ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിയിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ, ഓ സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി
പിള്ളേര് കൺമുമ്പിൽ മറിഞ്ഞു പോകുന്ന സമയത്ത് ഈ പാട്ടൊക്കെ പാടുക എന്ന് പറഞ്ഞാല് ചിന്തിക്കാൻ പറ്റൂ. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? കരവന്ന് നോക്കിക്കേ, നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. തലയ്ക്ക് മേളി പൊക്കുന്നു. ഓഹോ, എല്ലാവരും ഉണ്ടല്ലോ. ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ? ഉണ്ടാകും. 3 തെളിവുകൾ. 1 തിരുവെഴുത്ത്, 2 ചരിത്രം, 3 ശാസ്ത്രം. ഇത് 3 പറയാനുള്ള സമയം എൻ്റെ മുമ്പിൽ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് 2 ഭാഗം പറഞ്ഞൊരുമിച്ച് നാം എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുകയല്ല, ഒരുമിച്ച് നാം ആരാധിക്കും. മുമ്പോട്ട് വരാൻ മനസ്സുള്ളവർക്ക് മുമ്പോട്ട് വരാം. ഈ കസേര ഈ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇത് മാറ്റും. നിങ്ങളുടെ കസേര വിട്ട് മുമ്പോട്ട് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വരണം. സ്തോത്രം. സഹോദരന്മാരും അങ്ങനെ തന്നെ മുമ്പോട്ട് വരാൻ മനസ്സുണ്ടെങ്കിൽ മുമ്പോട്ട് വരണം. നല്ലൊരു പാട്ട് കുഞ്ഞുങ്ങൾ പാടും. ഒരുമിച്ച് നാം ദൈവത്തെ ആരാധിക്കും. അന്യഭാഷ പറഞ്ഞ് നാം ദൈവത്തെ ആരാധിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ അഭിഷക്തന്മാർ, കാലഘട്ടത്തിന്റെ അഭിഷക്തന്മാർ, KJ മാത്യു സാർ ഉൾപ്പെടെ അഭിഷേകമുള്ള അഭിഷക്തന്മാരുണ്ട്. നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ഇത് ചടങ്ങിന്റെ പ്രാർത്ഥനയായിട്ട് അവസാനിക്കാനല്ല, ഇതൊരു ഉണർവിന്റെ തുടക്കമായി മാറും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി 3 തെളിവുകൾ ഞാൻ പറയാം. 1 തിരുവഴുത്തിൽ നിന്നുള്ള തെളിവ്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ അബ്രഹാം പറയുന്ന ഒരു പദമുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം. ഞാൻ ചോദിച്ചു, ഈ മരിച്ചവരെ ഉയർപ്പിക്കുവോ? യെസ്. ഞാൻ ചോദിച്ചു, അങ്ങേക്ക് ഉറപ്പുണ്ടോ? ഉണ്ട് പാസ്റ്റർ. എന്താ ഉറപ്പ്? ഞാൻ ചോദിച്ചു, തെളിവുണ്ടോ? പുള്ളി പറഞ്ഞു, തെളിവ് മാത്രം എന്നോട് ചോദിക്കും. തെളിവില്ല. ഉൽപ്പത്തി 1 ആരും ഉയർത്തിട്ടില്ല. ഉൽപ്പത്തി 12 അബ്രഹാമിന്റെ വരവ് ഇല്ല. 175 വയസ്സ് വരെ ഭൂമിയിൽ പാർത്ത ഈ മനുഷ്യന്റെ കൺമുമ്പിൽ മരുന്നിന് പോലും ഒരൊറ്റ വ്യക്തി ഉയർത്തിട്ടില്ല. എന്നോട് നിങ്ങളുണ്ടോ? ഞാൻ ചോദിച്ചു, പിന്നെ എന്താ ഈ ഉറപ്പ്? അല്ല, ഈ തെളിവൊന്നുമില്ലെങ്കിലും, ഇതുവരെ ലോകചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിലും, ഇന്നുവരെ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്തത് ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. അതാണ് ആ വാക്യത്തിന്റെ ഉറപ്പ്. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി വേണമെങ്കിൽ പ്രവചന ദൂതൂടെ പറയാം. ഈ പേപ്പർ മില്ലിന്റെ ചരിത്രത്തിൽ, ഈ പുനരുൽപട്ടണത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ അത് ഈ രാത്രി വിശ്വസിക്കുന്നുള്ളവർക്ക് ദൂത, ഈ രാത്രി അത് വിശ്വസിക്കുന്നവർക്കും ദൈവത്തെ സ്തുതിക്കാം. കരമുയർത്തി ഹല്ലേലൂയ പറയാണ്. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇയ്യോബ് മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവനെവിടെ ജീവിക്കുമോ? അറിയത്തില്ല. ഇയ്യോബ് ചോദിക്കുക, മനുഷ്യൻ മരിച്ചാൽ പിന്നെ എന്തോ ചെയ്യും? 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറഞ്ഞു, എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം. അപ്പൊ പിന്നെ ഏത് ദേഹമാ? എന്റെ ബോഡി ഇങ്ങനെ ക്ഷയിച്ചാലും ക്ഷയിച്ച ശേഷം അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. യെശയ്യാവ് 26:19 നിന്റെ വൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ഉണർന്നു ഘോഷിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ പറ, ഈ മണ്ണെന്നെ പിടിച്ചു വെക്കത്തില്ല, ഈ മണ്ണിന്റെ ശക്തി എന്നെ ഒതുക്കത്തില്ല, ഇതിന്റെ നടുവിൽ നിന്ന് ഞാൻ പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:2 നിലത്തിലെ പൊടികൾ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി ഉണരും. മീൻസ് പിടിച്ചു വെക്കത്തില്ല. ഈ മണ്ണിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഓ, ഇന്ന് കാണുന്നതെല്ലാം അറിയാവോ പാട്ട്? നശ്വരമെന്നാൽ ഓ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടുമാകാ. അഴിയാത്ത സ്വർഗം. പഴയ ഒരു പാട്ടാണ്, ഹിന്ദി പാട്ടിന്റെ ട്രാൻസ്ലേഷൻ. നീലാകാശവും കടന്നു ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്നു ഞാൻ പോകും. ഇതൊക്കെ കഴിഞ്ഞ രാത്രിയിലൊക്കെ എന്റെ അകം പൊള്ളിച്ച പാട്ടുകളാ വാസ. എനിക്ക് അറിയത്തില്ല ഈ പാട്ടൊക്കെ, ഞാൻ പഠിച്ചു. കാരണം ഇതൊക്കെ ഇങ്ങനെ ഈ എൻ്റെ മോനെ ഈ വൈപ്പിക്ക് പാടാൻ പഠിച്ചത് ഈ കഴിഞ്ഞിടയ്ക്ക് ഈ പാട്ട്. അവൻ ഈ വൈപ്പിക്ക് പാടാൻ വേണ്ടി വീട്ടിൽ പലവട്ടം ഇട്ടു. അവൻ പഠിച്ചോ ഇല്ലയോ,
പക്ഷെ ഈ ലൈനുകൾ എൻ്റെ അകത്തെ ഭയങ്കരമായി പൊള്ളിച്ചു. സ്തോത്രം. ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടും. അഴിയാത്ത സ്വർഗം. അറിയോ, ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടും. അഴിയാത്ത സ്വർഗം. ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ യേശുവേ പോലെയാകും ഞാൻ. ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ യേശുവേ പോലെയാകും. ചേർന്നിടും ഞാൻ ശുദ്ധരോത്ത്, ചേർന്നിടും ഞാൻ ശുദ്ധരോത്ത്. പാടിയിടും രക്ഷയിൻ ഗാനം. ഓ പാടിയിടും രക്ഷയിൻ ഗാനം. ചേർന്ന് പഠിക്കാൻ അറിയാമെങ്കിൽ നീലാകാശവും കടന്നു ഞാൻ. ഓ എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്നു ഞാൻ പോകും. എന്റെ യേശു എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ അവൻ. ദേഹത്തിൽ എന്നെ ചേർപ്പാൻ വീണ്ടും വന്നിടും. എന്നെ സ്നേഹിച്ചു അവൻ, എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ അവൻ. ദേഹത്തിൽ എന്നെ വീണ്ടും വന്നിടും. എന്നെ സ്നേഹിച്ചു. വാനിൽ കാഹളനാദം മുഴങ്ങുമെന്നാളിൽ ചേർന്നിടും പ്രിയനൊത്തു നാം. വാനിൽ കാഹളനാദം മുഴങ്ങുമെന്നാളിൽ ചേർന്നിടും പ്രിയനൊത്തു നാം. ഓ ചേർന്നിടും ഞാൻ ശുദ്ധലോകത്ത്, ചേർന്നിടും ഞാൻ ശുദ്ധലോകത്ത്. പാടിയിടും രക്ഷയിൻ ഗാനം. ഓ ഓ പാടിയിടും നീലാകാശവും. ഓ ഓ എന്റെ യേശു വസിക്കും. നീലാകാശവും കടന്നു ഞാൻ പോകും. എന്റെ യേശു നാട്ടിൽ. നീലാകാശവും കടന്നു. യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്നു ഞാൻ പോകും. എന്റെ യേശു വസിക്കും നാട്ടിൽ. ചേർന്നിടും ഞാൻ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. പ്രത്യാശ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല. കരങ്ങളെ വീശി അതരം തുറന്ന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കാണുന്നതെല്ലാം ഓ നശ്വരമെന്നാൽ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടും. അഴിയാത്ത ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ പിന്നെ യേശുവേ പോലെയാകും ഞാൻ. ഇതൊക്കെ പറയുമ്പോൾ അകത്ത് കത്തണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യണം. സ്തോത്രം വരുന്നില്ലല്ലയോ? കാരണം സെറ്റിങ്സ് മാറി, മൈൻഡ് സെറ്റ് മാറി. കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. എന്തിനാ വിശ്വാസയാത്രയിൽ നിൽക്കുന്നത്? എല്ലാ യോഗത്തിനും അവസാനം ഒരു ആശീർവാദം ഉണ്ടെന്ന് പറഞ്ഞേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും, ഞാൻ പറയാം, നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും നമ്മെ ദിനംതോറും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കാവലും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും വന്നിരിക്കുന്ന എല്ലാവരോട് കൂടെ ഇപ്പോഴും ഏമേൻ. കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കും. അതാകട്ടെ. അടുത്ത വാക്യം ആമേൻ. കർത്താവേ, ഇതൊക്കെ ഇപ്പൊ ആര് പറയുന്നു? ഒന്നെങ്കിൽ പിതാവ് പറയുമ്പോൾ നമ്മൾ ബൈബിളിനെ സെപ്പിടും. പുത്രന്റെ പറയുമ്പോൾ വാച്ച് കയ്യെ കിട്ടും. പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്യും.
ആമേൻ. കർത്താവേ പറഞ്ഞു ചെരിപ്പിട്ട് പോകാൻ തുടങ്ങും. കാരണം നമ്മൾ പ്രതീക്ഷ മാറി. ഇന്ന് രാത്രി മടങ്ങി വരണം. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, എൻ്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവർ ഉണർന്നു ഘോഷിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കണം. ധാരാളം വാക്യങ്ങളുണ്ട്, പക്ഷേ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. 1, തിരുവെഴുത്തിലെ തെളിവ്, പുനരുത്ഥാനമുണ്ട്. ഇനി 2, ചരിത്രത്തിലെ തെളിവ്. അതാ തെളിവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കത്തിക്കുന്നത്. 20 നൂറ്റാണ്ടായി യെരുശലേമിൽ ചെല്ലുന്ന സകല ആൾക്കാരെയും ജീവിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, ഒരു കല്ലറയിൽ കുറിച്ചു വച്ചിരിക്കുന്നത്, അവൻ ഇവിടെയില്ല. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇല്ല, ആളിവിടെയില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്നും ചരിത്ര സാക്ഷി തൊണ്ട പൊട്ടി കത്തിക്കുന്നതും കാശ് മുടക്കി കൺവെൻഷൻ വെക്കുന്നതും ഇത് സംഭവിക്കുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണ് യേശു ഉയർത്തു എന്നതിന്റെ തെളിവ്? ഒഴിഞ്ഞ കല്ലറ. 24:5 ലൂക്കോസ് വായിക്കണ്ട. കാവൽക്കാരുടെ സാക്ഷ്യം. അവര് പറഞ്ഞില്ല, ഉയർത്തെഴുന്നേറ്റ് പോയി കേട്ടോ. അപ്പൊ യഹൂദന്മാർ പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനെ എടുത്തോണ്ട് പോയെന്നേ പറയാവൂ. കാവൽക്കാർ പറഞ്ഞു, അങ്ങനെ അല്ല, സംഭവം മറ്റൊന്നാണ്. 3, യേശുവിന്റെ പ്രത്യക്ഷതകൾ. മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരെ അവർ മീൻ പിടിക്കാൻ പോയ കടവിനടുക്ക് വന്നിട്ട് വിളി, കുഞ്ഞുങ്ങളെ, സ്തോത്രം. തിരിച്ചു വന്നപ്പോൾ കാനലിൽ ചുട്ടയാട ഉണ്ടാക്കുന്നു, ഹോട്ട് ബ്രെഡ് ആൻഡ് ഹോട്ട് ഫിഷ്. അതിനകത്തും എനിക്കൊരു ദൂതുണ്ട്. ഞാൻ ചോദിച്ചു, ഈ പിന്മാരുതി പോയ ആൾക്കാർ കാണോ ചൂടപ്പവും ചൂടുമീനും? ആ കർത്താവ് പറഞ്ഞു, ആന്നോ ആശ്രയാന്നാന്നോ? ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് മരുഭൂമിയിൽ കൂടെ പോയവർക്ക് ചൂടല്ലല്ലോ കൊടുത്തത്, മഞ്ഞിട്ടു, പിന്നെ മഞ്ഞ ഇട്ടു, പിന്നെ മഞ്ഞിട്ടു, അങ്ങനല്ലേ? അവർക്ക് തണുപ്പും ഇവർക്ക് ചൂടും. അതിന്റെ കാരണം എന്നാ? അപ്പൊ തിരിച്ചൊരു ചോദ്യമാ ചോദിച്ചേ, എന്റെ പൊന്ന് സാറേ, പാസ്റ്റർക്ക് അറിയത്തില്ലേ, അവർ ചൂടത്തൂടെ പോയപ്പോൾ അവർക്ക് തണുത്ത പുട്ട്, ഇവന്മാര് വെള്ളത്തിൽ കൂടെ പോയപ്പോൾ ഇവർക്ക് ചൂടുപുട്ട്. ഏത് അന്തരീക്ഷത്തിൽ പോകുന്നവർക്കും വേണ്ടുന്നത് കരുതാൻ കരുത്തുള്ളവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ പ്രത്യക്ഷതകൾ, വ്യക്തികളിലെ പരിവർത്തനങ്ങൾ, ഇതൊക്കെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ തെളിവുകളാണ്. ധാരാളം വാക്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അങ്ങനെ പോയാൽ ഒരുപക്ഷെ നമ്മുടെ സമയത്ത് ഈ യോഗം വൈൻഡപ്പ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. അല്ലയോ മഹാത്മാവേ, ഗാന്ധിജിയുടെ മരണത്തിൻ്റെ ശവകുടീരത്തിൻ്റെ അല്ലെങ്കിൽ കല്ലറ അടുക്ക ചെന്നിട്ട് സരോജിനി നായിഡു പറഞ്ഞൊരു പദം നിങ്ങൾക്കൊക്കെ അറിയാം. അല്ലയോ മഹാത്മാവേ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ അങ്ങേക്കും ഒന്ന് ഉയർത്തെഴുന്നേറ്റ് കൂടായോ? അങ്ങ് ഒന്ന് മടങ്ങി വന്നാൽ എന്താ? കേട്ടുപോലുമില്ല. ഇന്നും ഗാന്ധി ജയന്തിക്കും ഗാന്ധി സമാധിക്കും ഡൽഹിയിലെ രാജ്കെട്ടിൽ പുഷ്പാർച്ചന അർപ്പിക്കുമ്പോൾ ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന ഒരാളുണ്ട്, യേശു. അതാരാ? ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. ഇന്ന് രാത്രി തന്റെ പുനരുത്ഥാനത്താൽ നമ്മുടെ പുനരുത്ഥാനത്തെ ഉറപ്പിച്ചു തന്നിരിക്കുന്നു. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന എത്ര വലിയ മക്കൾ. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പുനരുത്ഥാനം ഉണ്ടെന്നതിൽ സംശയമില്ല. നീ എപ്പോഴാന്നുള്ളതാ? എപ്പോൾ? ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ ഉള്ളവർ അവന്റെ വരവിൽ. ആ വരവിൽ പോകാനുള്ള കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്. ആ വരവിൽ പോകണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതാ ഞങ്ങളുടെ ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം. 80 കൊല്ലം നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഐഡിയയും പറയേണ്ട. നിങ്ങൾക്കറിയാം, മണി മേക്സ് മണി. പണം ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ ഏതൊരാൾക്കും അറിയാം. നിങ്ങൾ സ്ഥലം മേടിച്ചത്, നിങ്ങൾ വീട് വെച്ചത്, നിങ്ങൾ കൊച്ചിനെ ബിടെക് പഠിപ്പിച്ചത്, ILTC പഠിപ്പിച്ചതൊന്നും പാസ്റ്റർമാർ ഉപദേശം കേട്ടൊന്നുമല്ല. 80 കൊല്ലത്തെ ജീവിതം നന്നായിട്ട് ജീവിക്കാൻ നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ പ്രസംഗം 80 കൊല്ലം അല്ല, അതിനപ്പുറം. 80 കൊല്ലത്തെ നിങ്ങളുടെ ലൈഫിനകത്ത് ഞങ്ങൾ എന്തിനു വേണം? നിങ്ങൾ ഇത്ര ഉണ്ടാക്കിയില്ലയോ? ഇത്ര മനോഹരമായി ജീവിച്ചില്ലയോ? ആര് പറഞ്ഞിട്ട്? ആര് പ്രാർത്ഥിച്ചിട്ട്? ആര് പ്രബോധനം നൽകിയിട്ട്? നിങ്ങൾക്കറിയാം ജീവിക്കാൻ. പക്ഷേ അതിനപ്പുറം 70 ഏറെയായാൽ 80 പാട്ടുപാടി അടക്കും. ചത്താ പിന്നെ എല്ലാവർക്കും ഒറ്റപ്പേര, ദാനിയേൽ, നീയോ ദാനിയേലേ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വെക്കും ബോഡി. അതിനുശേഷമുള്ള കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 ഉയർപ്പുണ്ടാകും അതിനുശേഷം. ഒന്ന്, ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അടുത്തത്, പിന്നെ അവസാനം യേശു
പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിൽ, അതിലാണെങ്കിൽ ഓക്കെ. ഇനി അല്ലേ, യു ഡോണ്ട് വറി. പിന്നെ അവസാനം ഉണ്ട്. അന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവർക്ക് മുത്തുമയമായി വിളങ്ങും. ആ പട്ടണത്തിൽ പാർക്കാൻ പറ്റില്ല. പിന്നെ എവിടെ പറ്റുമെന്നറിയോ? പാതാളം അല്ലെങ്കിൽ നരകം, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:9, നിന്റെ വരവെങ്കിൽ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അങ്ങനെയാ നിന്റെ വരവെങ്കിൽ. കുഞ്ഞമ്മാമ പോകുമ്പോ ബൈബിളൊക്കെ എടുത്തോണ്ട് പോയതല്ലയോ? താഴെ പാതാളം നിന്റെ നിമിത്തം. ആണ്ട്രാ, കുഞ്ഞമ്മ വരുന്നു. കുഞ്ഞമ്മ പാതാളത്തിൽ മൊത്തം ഇളകാൻ തുടങ്ങി. ഓ, നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അവർ നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരായ പ്രേതങ്ങളെ ഉണർത്തുകയും, 14:9 തൊട്ടുള്ള വാക്യമാ. അവർ നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരായ പ്രേതങ്ങളെ ഉണർത്തുകയും ജാതികളുടെ രാജാക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. സെക്രട്ടറി എഴുന്നേൽപ്പിക്കുന്നു. അടുത്തത്, അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെ പോലെ ബലഹീനൻ ആയോ, നീയും ഞങ്ങൾക്ക് തുല്യനായോ എന്ന് പറഞ്ഞാൽ, നീ പോകുന്നുണ്ടപ്പോ ഞങ്ങൾ ഓർത്ത് മിക്കവാറും രക്ഷപ്പെടുമെന്ന്. കയ്യടി കണ്ടപ്പോ ഞങ്ങൾ ഓർത്ത് മിക്കവാറും ഓക്കെ. പക്ഷെ താഴെ എത്തുമ്പോ ചോദിക്കും, നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ, കൃമി പുതപ്പും പുഴു മെത്തയുമായി, കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള മറ്റൊരു സ്ഥലമുണ്ട്. അവിടെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ കൊച്ചു ശ്രമങ്ങളാ. മുക്കിനെ മുക്ക് നടക്കുന്ന കൺവെൻഷനും മുക്കിനെ മുക്ക് നടക്കുന്ന പരസ്യവും അല്ലാതെ തലയ്ക്ക് ഓളമുള്ളത് കൊണ്ടോ പൈസ കൂടിയിട്ടോ അല്ല. ഇന്ന് രാത്രി നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ യേശുവിന്റെ വരവിൽ തന്നോടൊപ്പം ചേർക്കപ്പെടണമെങ്കിൽ അവിടെ പറയുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ക്രിസ്തുവിൽ മരിക്കുക. സിമ്പിൾ. എങ്ങനെയാ ക്രിസ്തുവിൽ മരിക്കുന്നത്? ക്രിസ്തുവിൽ ജനിച്ചാൽ മതി. എങ്ങനെയാ ജനിക്കുന്നത്? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച യേശു എന്റെയും പാപത്തിന് വേണ്ടി മരിച്ചതാണ്. ഞാൻ അവനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുന്നു എന്ന് നീ വാ തുറന്ന് പറഞ്ഞാൽ കാര്യമൊക്കെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ക്രിസ്തുവിൽ ജനിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ക്രിസ്തുവിൽ മരിക്കാം. അങ്ങനെ മരിച്ചാൽ അവന്റെ വരവിൽ ഉയർക്കാം. സ്വർഗരാജ്യത്തിൽ ചെന്ന് നമുക്ക് അവനോട് കൂടെ വസിക്കാം. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരുമിച്ച് അതാത് സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് ഒരു പാട്ടിന്റെ 1-2 ലൈനുകൾ നാം ചേർന്ന് പാടി കർത്താവിനെ ഇന്ന് രാത്രി ആരാധിക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി മുമ്പിലോട്ട് കടന്നു വന്ന് ഞങ്ങളോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു ഉണർവ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, രോഗസൗഖ്യമല്ല അത് കർത്താവ് ചെയ്യും. അതിനപ്പുറത്ത് എനിക്കൊന്ന് ആരാധിക്കണം, ഒരു അഭിഷേകത്തിന്റെ ശക്തി എനിക്ക് പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വന്നാൽ ഈ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കും. ഈ അഭിഷേകത്തിന് മറന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി അങ്ങനെയുള്ള സഹോദരന്മാരെ ഞാൻ സ്നേഹത്തോടെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ.